ഖമനയുടെ വിശ്വസ്തൻ ഖമനയെ ചതിച്ചു. ഇപ്പോൾ ഇറാനിൽ അത് വലിയ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ്. ഖമനയെ വിടുന്നില്ല. ഖമനയെ സംബന്ധിച്ച് ഖമനയി ഇറാനിൽ ഉണ്ടാക്കിയെടുത്ത ഒരു മത നിർബന്ധ ബുദ്ധിയുണ്ടല്ലോ, ആ മത നിർബന്ധ ബുദ്ധിയുടെ തലക്കടിയേറ്റിരിക്കുകയാണ്. ഖമനയുടെ വിശ്വസ്തനാണ് റിയർ അഡ്മിറൽ അലി ഷംഖാനി. നമ്മൾ പലതവണ വന്നിട്ടുണ്ട് അലി ഷംഖാനി. ഖമനയുടെ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ മേധാവിയാണ്. ഖമനയുടെ വിദേശകാര്യ നയം തീരുമാനിക്കുന്ന അദ്ദേഹമാണ്. അങ്ങനെ അലി ഷംഖാനി എന്ന് പറഞ്ഞാൽ ഖമനയി കഴിഞ്ഞാൽ അടുത്തതാണ്. അവിടുത്തെ പ്രസിഡന്റിൻ്റെ പേരെന്ന് പെഷസ്കിയാൻ. ആരും കേട്ടിട്ടില്ല അല്ലേ? പ്രസിഡന്റ് വെറും പ്രസിഡന്റ്, കടലാസ് പ്രസിഡന്റാണ്. പക്ഷേ ഇറാനിലെ കാര്യങ്ങൾ ഖമനയി തീരുമാനിക്കുന്നു, ഷംഖാനി നടപ്പാക്കുന്നു. പിന്നെ ഖമനയെ ഉപദേശിക്കാൻ ഒരാളുണ്ടെങ്കിൽ അത് റിയർ അഡ്മിറൽ അലി ഷംഖാനിയാണ്. ഈ അലി ഷംഖാനിയാണ് ഇപ്പം ഖമനയെയും ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന, ഖമനയെ മുന്നോട്ട് വച്ചിരിക്കുന്ന ആശയങ്ങളെ ആകെ കടക്കൽ വെട്ടി ഖമനയുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു ജനരോക്ഷത്തിന് കാരണമായിരിക്കുന്നത്. അപ്പോൾ ഈ വിവാദം ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ചില ആളുകൾ, വിവാദം ഞാൻ പറയാം, ഈ അലി ഷംഖാനിയോട് ചോദിച്ചു, നിങ്ങൾ എന്താ കാണിച്ചിരിക്കുന്നത്? നിങ്ങളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നല്ലോ. നിങ്ങൾ ഖമനയി എന്ന് പറയുന്ന ഷിയ മുസ്ലിങ്ങളുടെ ലോകത്തെ ഏറ്റവും വലിയ ആത്മീയ നേതാവായി ഭാവിക്കുന്ന ഈ കിഴവനെ വല്ലാതെ വിവസ്ത്രനാക്കിയതുപോലെ ആയല്ലോ, എന്തൊരു വൃത്തികേടാണെന്ന് കാണിച്ച് എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ ക്ഷുഭിതനായിട്ട് പറഞ്ഞ മറുപടി, ബാസ്റ്റഡ്സ്, ഐ ആം സ്റ്റിൽ അലൈവ്. തന്തയില്ലാത്തവന്മാരെ, ഞാനിപ്പോഴും ജീവനോടെ ഉണ്ടടാ എന്ന് പറഞ്ഞാൽ അത് പലതരത്തിൽ വ്യാഖ്യാനിക്കാം. ഞാൻ ഖമനയെ ചതിച്ചാൽ ഒരുപക്ഷെ ഖമനയെ എന്നെ കൊന്നിട്ടില്ല, ഞാനിപ്പോഴും ജീവനോടെ ഉണ്ട്. അല്ലെങ്കിൽ ഞാനിപ്പോഴും ജീവനോടെ ഉണ്ട്, എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാം. രണ്ടു തരത്തിൽ വ്യാഖ്യാനിക്കാം. അപ്പോൾ ഇങ്ങനെ അലി ഷംഖാനി വലിയ തോതിൽ ഖമനയെ മാത്രമല്ല ഇറാനിലെ ജനങ്ങളെ ഉരച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓർക്കണം, ഷാ ഭരണകൂടത്തിൻ്റെ കാലത്ത്, അതായത് മുല്ലപ്പൂ വിപ്ലവം എന്നൊക്കെ പറഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റുകാരും ഇസ്ലാമിസ്റ്റുകളും കൂടെ ചേർന്ന് ഖമനയിമാരുടെ ഈ മതഭരണകൂടം ഇറാനിൽ വരുന്നതിന് മുമ്പ് ഇറാൻ വലിയ സ്വതന്ത്ര രാജ്യമായിരുന്നു അല്ലേ? പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ പോലെയുള്ള ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച് ഇഷ്ടമുള്ള രീതിയിൽ ആളുകൾക്ക് സഞ്ചരിക്കാവുന്ന ഒരു സ്വതന്ത്ര വെസ്റ്റേൺ കൾച്ചറുള്ള രാജ്യം. ഇറാനിയൻ സിനിമ, അക്കാലത്ത് ഇറാനിയൻ സിനിമ ലോകപ്രസിദ്ധമായിരുന്നു. പക്ഷേ മതം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാത്തിലും മതം അടിച്ചേൽപ്പിച്ചു. നമ്മൾ ഓർക്കുന്നില്ലേ, 2022 ഒരു പെൺകുട്ടിയെ തലമുടി പുറത്ത് കണ്ടു എന്ന് പറഞ്ഞ് മക്സ അമിനി എന്ന് പറഞ്ഞ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് പോയി കൂടത്തിന് തലക്കടിച്ചു കൊന്നത് മതപോലീസ്. ഖമനയുടെ മതപോലീസാണ്. അത് നടപ്പാക്കിയത് അന്നത്തെ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ മേധാവിയായ അലി ഷംഖാനിയാണ്. അതേ തുടർന്ന് 2022 നാഷണൽ സെക്യൂരിറ്റി കൺവെൻഷൻ മേധാവി ഈ അലി ഷംഖാനിക്കെതിരെ വലിയ പ്രക്ഷോഭം ഉണ്ടായി. സ്ത്രീകളൊക്കെ തെരുവിലിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനെ അതിഭീകരമായി അടിച്ചമർത്തി. 100 കണക്കിന് വനിതകൾ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. കൊന്നൊക്കെ അതിഭീകരമായി കൊന്നു. ഈ സമീപകാലത്തൊരു വീഡിയോ വന്നിരുന്നു, ഒരു 5-6 മാസം മുമ്പ്. ഒരു യൂണിവേഴ്സിറ്റിയുടെ മുന്നിൽ ഒരു പെൺകുട്ടി അവളുടെ മേൽവസ്ത്രമൊക്കെ അഴിച്ചിട്ട് അടിവസ്ത്രങ്ങൾ മാത്രം ധരിച്ചു നടന്നു. ഉടനെ അവിടെ വന്നിട്ട് മതപോലീസ് പിടിച്ചുകൊണ്ട് പിന്നെ അവളെ കണ്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെ വലിയ തോതിലുള്ള മതഭരണം, ശരിയാ ഭരണം അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ് ഇറാനിൽ ഖമനയി. ഇത് നടപ്പാക്കി കൊടുക്കുന്ന ആരാണ്? ഷംഖാനി അല്ലേ? അതെ, ഷംഖാനിയാണ്. ഇത് ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസിയാണ് ഷംഖാനി. അപ്പോൾ ഖമനയുടെ ഈ നിലപാടുകളെ നടപ്പാക്കി ഖമനയ്ക്ക് വലിയ പിന്തുണ കൊടുക്കുന്ന ഷംഖാനി ഈ പറയുന്ന ശരിയാ നിയമങ്ങൾ പാലിക്കണ്ടേ? അതെ, പാലിക്കണം. പക്ഷേ പാലിച്ചില്ല എന്നുള്ളത് ഇറാനിൽ വലിയ പ്രതിഷേധ കൊടുക്കാറുണ്ട് ഉണ്ടാക്കിയത്. ഷംഖാനിക്കെതിരെയല്ല, ഖമനയി കാണിക്കുന്നത് വെറും തമ്മാടിത്തരമാണ്, മനുഷ്യാവകാശ ലംഘനമാണ് എന്ന് ഷംഖാനിക്ക് പോലും അറിയാം. ആളുകളെ കൊല്ലുന്നു, സ്ത്രീകളെ കൊല്ലുന്നു, ഒക്കെ ചെയ്യുന്നു. മതനിയമം ശരീഅത്ത് പാലിച്ചില്ല എന്ന് പറഞ്ഞ് കൊല്ലുന്നു. അത് തെറ്റാണെന്ന് ഷംഖാനിക്കറിയാം എന്നാണ് ഇപ്പോൾ ജനങ്ങൾ പറയുന്നത്. എന്താ സംഭവം അറിയാമോ? ഈ ഷംഖാനിയുടെ മകൾ സെദായേഷിൻ്റെ കല്യാണം നടന്നു. സെദായേഷിൻ്റെ കല്യാണത്തിൻ്റെ വീഡിയോ പുറത്തു വന്നു. അതിനകത്ത് കാണുന്നത് ഷംഖാനിയും മകളും കൂടെ നടന്നു വരുന്നു. ഷംഖാനിയുടെ മകൾ ഇട്ടിരിക്കുന്നത് ഹിജാബില്ല, സ്ലീവ്ലെസ് ഉടുപ്പാണ്. അത് താഴ്ത്തി വെട്ടിയ ബ്ലൗസാണ്. അതിൽ ക്ലീവേജ് പുറത്ത് കാണാം. അത് കഴിയുമ്പോൾ തൊട്ടടുത്ത് വരുന്നു ഷംഖാനിയുടെ ഭാര്യ വരുന്നു, ഇതേപോലുള്ള ഒരു നീല ഗൗൺ ധരിച്ചിരിക്കുന്നു. ഈ ചിത്രങ്ങൾ പുറത്തു വന്നു. അവിടുത്തെ ഒരു പത്രമായ ഷാർഗ് എന്ന് പറയുന്ന പത്രം, ഇറാനിയൻ പത്രം, ഇത് ഒന്നാം പുറത്ത്, അതായത് ഈ ഖമനയി എടുക്കുന്ന നിലപാടുകളോട് എതിർപ്പുള്ള പരിഷ്കരണവാദികളായ
നിലപാടുള്ള പത്രമാണ് ഷാർഗ്. ഈ ഷാർഗ് പത്രം 1-ാം പേജിൽ വലുതായിട്ട് ചിത്രം അച്ചടിച്ചു. അതോടുകൂടി ഇറാൻ ജനതയാകെ ഇടങ്ങിയിരിക്കുക. കാരണം അതായത് തങ്ങളെ കൊല്ലുന്ന, തങ്ങളുടെ കണ്ണു ചൂഴ്ന്നെടുക്കുന്ന, തങ്ങളുടെ തലയ്ക്ക് കൂടം കൊണ്ടടിച്ച് കൊല്ലുന്ന സർക്കാർ, ആ സർക്കാരിൻ്റെ തീരുമാനങ്ങൾ നടപ്പാക്കുന്ന റിയർ അഡ്മിറൽ അലി ശങ്കാനി സ്വന്തം മകളുടെ കാര്യം വന്നപ്പോൾ ശിരോവസ്ത്രം വേണ്ട, ശരീരം മുഴുവൻ മറയണ്ട, കൈ കാണാം, മാറിടം കാണാം, അങ്ങനെ നടന്നു. അതും മാത്രമല്ല, അവിടെ ആളുകൾക്ക് ജോലിയില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, ദാരിദ്ര്യമാണ്. അങ്ങനെ ജീവിക്കുന്ന ഒരു രാജ്യത്തെ രണ്ടാമനോ എന്ന് പറയാവുന്ന റിയർ അഡ്മിറൽ ജനറൽ ആയിട്ടുള്ള അലി ശങ്കാനി ശരീഅത്ത് നിയമങ്ങളാകെ ലംഘിച്ചുകൊണ്ട് മകളുടെ വിവാഹം നടത്തിയിരിക്കുന്നു, മകളും ഭാര്യയും. അതുകൂടാതെ അതിനുവേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിരിക്കുന്നു. ഇത് വിവാദമായപ്പോൾ അവിടുത്തെ പരിഷ്കരണവാദികളായിട്ടുള്ള സ്ത്രീകളുടെ ഒരു നേതാവുണ്ട്, എല്ലി ഒമിറ്റ്വാരി പറഞ്ഞു, അവരുടെ മക്കളുടെ വിവാഹം സ്വർഗത്തിൽ നടക്കും, ഞങ്ങളുടെ മക്കളുടെ വിവാഹം ശവക്കുഴിയിൽ നടക്കും. അവിടെ ഒരു സാധാരണ മുസ്ലിമിൻ്റെ മകളുടെ വിവാഹത്തിന് ഇതുപോലത്തെ വസ്ത്രം ധരിച്ചു വന്നാൽ അതിനെ പിടിച്ചോണ്ട് പോവും, കണ്ണു ചൂഴ്ന്നെടുക്കും, കൂടത്തിനടിച്ചു കൊല്ലും. അതേസമയം ഈ നിയമം നടപ്പാക്കുന്ന സൈനിക മേധാവി, രാജ്യത്തിൻ്റെ സുരക്ഷാ തലവൻ, ഖമനയുടെ ഉപദേഷ്ടാവ്, ഖമനയുടെ വിശ്വസ്തൻ്റെ മകളുടെ കല്യാണം വരുമ്പോഴത്തേക്ക് ഒരു ശരിയാ നിയമവും ബാധകമല്ല, ഇഷ്ടമുള്ളവരാണ്. അപ്പോൾ ഇത് ഖമനയി അറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പ്രശ്നം എന്ന് പറയുന്നത്, അപ്പോൾ രാജ്യത്ത് 2 തരം നിയമമാണ്. ശരിയാ നിയമമൊക്കെ പാലിക്കേണ്ടത് സാധാരണ ജനങ്ങൾ, ഉന്നതർക്ക് അത് വേണ്ട. മുടി മറച്ച് നടക്കേണ്ടത്, ശരീരത്തിൻ്റെ വിരൽത്തുമ്പ് പോലും കാണാതെ വസ്ത്രം ധരിച്ച് മൂടി നടക്കേണ്ടത് സാധാരണ ജനങ്ങൾ. ഖമനയുടെ വലങ്കയാണെങ്കിൽ, വിശ്വസ്തരാണെങ്കിൽ, ഉപദേഷ്ടാവാണെങ്കിൽ അയാളുടെ ഭാര്യയ്ക്കും മക്കൾക്കും തുണിയില്ലാതെ നടക്കാം. ഇതെന്തു നീതി എന്ന് ജനങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ശംഖാനി നടത്തിയിരിക്കുന്നത് ഖമനയെ ചതിക്കലല്ലേ. ഖമനയി ഈ സാമ്രാജ്യം, ഇറാൻ എന്ന് പറയുന്ന ഭരണകൂടത്തെ നിലനിർത്തിയിരിക്കുന്ന മതനിയമങ്ങൾ അടിച്ചേൽപ്പിച്ചിട്ടാണ്. ഈ മതനിയമം എപ്പോൾ പോകുന്നോ അപ്പോൾ ഖമനയി വീഴും, ഇറാനിലെ മതഭരണകൂടം വീഴും. മതനിയമത്തിൻ്റെ കിരാത മുഖം കാണിച്ചിട്ടാണ് ജനങ്ങളെ അവിടെ അടിച്ചമർത്തുന്നത്. അപ്പോൾ അത് വീണാൽ ഖമനയി വീഴും. അപ്പോൾ ഖമനയെ വീഴിക്കാൻ വേണ്ടിയിട്ട് ശങ്കാനി മാറിയിരിക്കുന്നു. ശങ്കാനി ഈ നമ്മുടെ റവല്യൂഷണറി ഗാർഡുമായി അടുപ്പമുള്ളതാണ് ഇറാൻ്റെ വാർത്താ ഏജൻസിയായ ടാസ്നിം പറഞ്ഞു, പേരൊന്നും പറയാതെ ടാസ്നിമിലൊരു വാർത്ത വന്ന്, ഇസ്ലാമിക റിപ്പബ്ലിക്കിലെ ഒഫീഷ്യൽസിൻ്റെ ജീവിത രീതി ന്യായയുക്തമായിരിക്കണം എന്ന് ടാസ്നിമിൻ്റെ ഒരു വാർത്താക്കുറിപ്പിൽ കണ്ടു. എന്നിട്ട് പറഞ്ഞു, പിന്നെ അതൊരു സ്വകാര്യ ചടങ്ങാണ്, സ്വകാര്യ ചടങ്ങിലെ ചിത്രങ്ങൾ പുറത്തുവിടുന്നത് മര്യാദയല്ല. അപ്പോൾ കുറ്റപ്പെടുത്തലുമുണ്ട്, തലോടലുമുണ്ട്. പക്ഷേ വിവാഹം സ്വകാര്യ ചടങ്ങാണെങ്കിൽ, സ്വകാര്യ ചടങ്ങിൽ ഇറാനിലെ ജനങ്ങൾക്ക്, ഇറാനിലെ വനിതകൾക്ക് ഇങ്ങനത്തെ വേഷം ധരിക്കാമോ? അപ്പോൾ ശങ്കാനി ഇപ്പോൾ ഒലച്ചിരിക്കുന്നത് തൻ്റെ മകളുടെ വിവാഹം താൻ ഈ കിരാത നിയമം നടപ്പാക്കിക്കൊണ്ട് നാട്ടിലുള്ള മുഴുവൻ സ്ത്രീകളുടെയും പൗരാവകാശങ്ങൾ, മനുഷ്യാവകാശങ്ങൾ ലംഘിച്ചുകൊണ്ടിരിക്കെ തൻ്റെ മകളുടെ വിവാഹം ഇതെല്ലാം മാറ്റിവെച്ച് നടത്തുക വഴി അവിടുത്തെ ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ അടിത്തറയാക്കുക. ഇതൊരു സാംസ്കാരിക വിപ്ലവമാണ്. ഇത് ആയുധമെടുക്കാതെ ജനങ്ങളെ ഖമനയ്ക്കെതിരെ തിരിക്കുന്നൊരു വിപ്ലവമാണ്. ശങ്കാനിയെ നോക്കൂ, ശങ്കാനി പറയാണ്, ഞാനിപ്പോഴും ജീവനോടെ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്നെ ഖമനയി ഒരു പുല്ലും ചെയ്യാൻ പോകുന്നില്ല എന്നല്ലേ? അങ്ങനെ വ്യാഖ്യാനിക്കാം. ഖമനയി അസ്തപ്രജ്ഞനായി നിൽക്കുക. ഖമനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇസ്രായേലിൻ്റെ ഒരു മിസൈൽ വന്ന് വീണാൽ പോലും ഒരുപക്ഷെ ഖമനയി ഇത്രയും ഭയചകിതനായിട്ടുണ്ടാവില്ല, തകർന്നിട്ടുണ്ടാവില്ല. തൻ്റെ മതനിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് തൻ്റെ വലങ്കൈ, തൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ രംഗത്ത് വന്നതോടെ ജനങ്ങളുടെ മുന്നിൽ മറുപടി പറയാൻ നിൽക്കാതെ ഖമനയി ഭരണകൂടം ആടി ഉലയുകയാണ് ഇപ്പോൾ ഇറാനിൽ. ഇനി ഒരുപക്ഷെ തെരുവിൽ സ്ത്രീകൾ കൂട്ടത്തോടെ ഇറാനിൽ ഇറങ്ങിയാൽ അലി ശങ്കാനിക്ക് പട്ടാളത്തെ വിട്ട്, മതപ്പോലീസിനെ വിട്ട് അവരെ എങ്ങനെ അടിച്ചമർത്താൻ പറ്റും? അതും പറ്റില്ല. ശങ്കാനിയുടെ മകൾ ധരിച്ചതുപോലെയുള്ള വേഷം ധരിച്ച് സ്ത്രീകൾ ഇറാനിലെ തെരുവുകളിൽ, ടെഹ്റാനിൽ ഒരു റാലി നടത്തിയാൽ ശങ്കാനി എങ്ങനെ അടിച്ചമർത്തും? തൊടാൻ പറ്റില്ല. ഖമനയ്ക്ക് എന്ത് പറയാൻ പറ്റും? അപ്പോൾ ഖമനയി മുന്നോട്ട് വെച്ച മതഭരണകൂടത്തിൻ്റെ ഭീകരമായ ദംഷ്ട്രങ്ങൾക്ക് ഇപ്പോൾ മൂർച്ചയില്ലാതെ വന്നിരിക്കുന്നത്. ആ മൂർച്ച ഇല്ലാതാക്കിയിരിക്കുകയാണ് അലി ശങ്കാനിക്ക് ഇത് അറിഞ്ഞുകൂടെ?
അപ്പോൾ ചോദ്യം ഇതാണ്, ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ചിത്രം പുറത്തു പോയാൽ വലിയ പ്രശ്നമാവും, ജനങ്ങൾ മുഴുവൻ ഖമനയ്ക്കെതിരാവും എന്ന് അറിയാവുന്ന അലി ഷംഖാനി എന്തുകൊണ്ട് ചെയ്തു? അല്ലെങ്കിൽ ഖമനയി അങ്ങനെയൊക്കെ പറയും, എൻ്റെ മകളുടെ കാര്യം ഞാൻ തീരുമാനിക്കും എന്ന് ഷംഖാനി തീരുമാനിച്ചു. ഇവിടെയാണ് ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ. ഇറാനിൽ എന്താ സംഭവിക്കുന്നത്? ഷംഖാനി ഖമനയെ വെല്ലുവിളിച്ചോ? അല്ലെങ്കിൽ ഖമനയുടെ നിയമങ്ങൾ, ശരിയ നിയമങ്ങൾ എനിക്ക് ബാധകമല്ല എന്ന് പറയുന്നത് വെല്ലുവിളി അല്ലാതെ മറ്റെന്താണ്? ഇതിൽ ഷംഖാനി ജയിക്കുമോ ഖമനയി ജയിക്കുമോ? ഷംഖാനി ജയിച്ചാൽ ഖമനയി വീഴും. ഷംഖാനി പക്ഷേ ഇനി ജീവനോടെ നിൽക്കുന്നത് ആർക്ക് ആപത്താണ്? ഖമനയ്ക്ക് ആപത്താണ്. കാരണം ഷംഖാനിയുടെ പേര് ഉയർത്തിപ്പിടിച്ചായിരിക്കും ഇറാനിൽ അടുത്ത ഒരു വിപ്ലവത്തിന് വേണ്ടി ജനമിറങ്ങാൻ പോകുന്നത്. ഏതായാലും ഖമനയി മിണ്ടുന്നില്ല, ഈ കുട്ടി മിണ്ടുന്നില്ല എന്ന് മോഹൻലാൽ പറയുന്ന പോലെ ഖമനയി വീണ്ടും ജനങ്ങളെ നേരിടാൻ കഴിയാതെ, മാധ്യമങ്ങളെ നേരിടാൻ കഴിയാതെ ഏതോ മാളത്തിൽ ഒളിച്ചിരിക്കുന്നത്. ഈ മനുഷ്യനെ എപ്പോഴും മാളത്തിൽ ഒളിക്കാനേ നേരമുള്ളൂ. ഇത്തവണ സ്വന്തം അനുയായി, സ്വന്തം വിശ്വസ്തൻ കുഴിച്ച കുഴിയിൽ ഖമനയി വീണ്ടിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.